ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഒരു ഗെയിനോട് കൂടിയുള്ള ഒരു എൻഡിംഗ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കുമ്പോൾ ഏകദേശം 183 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടി 17,166-ലും, സെൻസെക്സിൽ 619 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടി 57,684-ലും, ബാങ്ക് നിഫ്റ്റിയിൽ 669 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടി 36,364-ലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഫാർമ മാത്രമാണ് ഒരു ഡിക്ലൈനിൽ പോയിട്ടുള്ളത്. ബാക്കി എല്ലാ സെക്ടറും ഒരു പോസിറ്റീവ് ഗ്രീനിലായിരുന്നു ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ ബാങ്കിങ്, മെറ്റൽ, ഓട്ടോ, റിയാലിറ്റി ഈ ഒരു സെക്ടറുകളായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിൻ നേടിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 35 സ്റ്റോക്കുകൾ അഡ്വാൻസസിൽ നിന്നും ബാക്കി 14 സ്റ്റോക്കുകൾ ഡിക്ലൈനിലും ഒരു സ്റ്റോക്ക് അൺചേഞ്ച്ഡ് പൊസിഷനിലുമാണ് നിന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, JSW സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ആക്സിസ് ബാങ്ക്, അദാനി പോർട്സ് ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് ഇന്ന് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിലും ഒരു തിരിച്ചുവരവുകൾ ഉണ്ടായിരുന്നു. 1.42% ഗെയിൻ മിഡ് ക്യാപ്പ് റിപ്പോർട്ട് ചെയ്തു. സ്മോൾ ക്യാപ്പിൽ 0.27% ഗെയിനും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പിക്ചർ ആയിട്ടുള്ളത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ SGX നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള ഒരു സാധ്യതകളായിരുന്നു പ്രഡിക്റ്റ് ചെയ്തത്. തുറന്നൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പിന്നീട് ആ ഒരു ഗെയിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു റേഞ്ച് ബൗണ്ടഡ് റാലിയാണ് നിഫ്റ്റിയിൽ റിപ്പോർട്ട് ചെയ്തത്. ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇൻസൈഡ് ബാർ പോലുള്ള ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഡാറ്റകൾ, പ്രത്യേകിച്ചും ജി ഡി പി ഡാറ്റ വന്നത്, അതേപോലെ തന്നെ GST കളക്ഷൻ, നവംബർ മാസത്തിലെ GST കളക്ഷൻ നോക്കുമ്പോൾ 1.31 ലക്ഷം കോടിയിൽ റോബസ്റ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. GDP നമ്പേഴ്സും ഭേദപ്പെട്ട നിലയിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ പബ്ലിഷ് ആയത് കഴിഞ്ഞ ഒക്ടോബറിൽ അത് 55.9 ആയിരുന്നുവെങ്കിൽ 57.6 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസുകളൊക്കെ ഇന്ന് മാർക്കറ്റിനൊരു ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏഷ്യൻ മാർക്കറ്റുകൾ അല്ലാതെ. അപ്പോൾ ഈ ഒരു ന്യൂസാണ് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിനൊരു പോസിറ്റീവ് മൂഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഗെയിനോട് കൂടിയുള്ള ഒരു എൻഡിങ്ങിന് കാരണങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നോക്കിയാൽ, ഇപ്പോൾ OPEC ഓയിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെയൊക്കെ ഒരു 2 ദിവസത്തെ ഒരു മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇനി മാർക്കറ്റിലേക്ക് കൂടുതൽ ഓയിലുകൾ സപ്ലൈ ചെയ്യണോ അതോ വീണ്ടും വീണ്ടും ഹോൾഡ് ചെയ്യണോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്കഷൻ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ആയിട്ട് വരാൻ പോകുന്നു. അപ്പോൾ ഓയിൽ ഓയിൽ കമ്പനികൾക്കൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് US ഫെഡറൽ റിസർവ് മീറ്റിങ്ങിൻ്റെ ഔട്ട്കം വരാൻ പോകുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം, എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ ഇതുവരെ US എക്കോണമിക്ക്, US മാർക്കറ്റിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട് വിത്ഡ്രോ ചെയ്യാനുള്ള സാധ്യതകൾ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഇൻഫ്ലേഷനൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനോട് പൊരുത്തണമെങ്കിൽ ഈ ഒരു ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സപ്പോർട്ടൊക്കെ എത്രയും വേഗം വിത്ഡ്രോ ചെയ്യണം എന്നുള്ളൊരു കമൻട്രികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വീണ്ടും മാർക്കറ്റിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനുള്ള സാധ്യതകളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്കം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ഡാറ്റകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാർക്കറ്റിനെ വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്ന് പറയാനില്ല. ഈ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഇവൻറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ 17,100 എന്നുള്ളൊരു റേഞ്ചുകളൊക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 17,100 റേഞ്ചുകളിൽ ഒരു സപ്പോർട്ട് കണ്ടെത്താൻ നിഫ്റ്റി ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ ഒരു ലെവലുകൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡുകൾ പ്രതീക്ഷിക്കാം. അതല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇവൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്ലോബൽ ട്രെൻഡിനെ ഫോളോ ചെയ്യാനുള്ള സാധ്യതകളാണ് ഏറെയും നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ വാച്ച് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ന് 11 സ്റ്റോക്കുകൾ അഡ്വാൻസസിൽ പോയി. ബാക്കി അഡ്വാൻസസിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോക്കാണ് ആകെ ഡിക്ലൈനിങ് മോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട്, ഇൻവെർട്ടർ ഹാമറിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും 36,300, 330 റേഞ്ചിലൊരു സപ്പോർട്ട് സോണിൻ്റെ അടുത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഇന്ന് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലുകൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്കും ഇതൊരു ഗുഡ് ന്യൂസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള സെക്ടറുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാർമ, FMCG ഈ ഒരു സെക്ടറുകളിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഫാർമയിലൊക്കെ വീണ്ടും ലോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ് കാണാനുള്ളത്.
ബാക്കിയുള്ള സെക്ടറുകളിലൊക്കെ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിൽ റിട്ടേണുള്ള സാധ്യതകളാണ് കാണുന്നത്. കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻസ് ബാക്കിയുള്ള സെക്ടറുകളിലൊക്കെ ഇന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലെ ട്രെൻഡുകൾ നമുക്ക് വാച്ച് ചെയ്തതിന് ശേഷം ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്കൊരു റിവേഴ്സിനുള്ള സാധ്യതകൾ നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഇതുവരെ ഒരു പോസിറ്റീവ് മോഡിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ ഒരു ഫെഡറൽ റിസർവിൻ്റെ ഔട്ട്കം ആയിരിക്കും ഇന്നത്തെ US മാർക്കറ്റും തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ പ്രധാനമായിട്ടും വാച്ച് ചെയ്യാനായിട്ട് നിലനിൽക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു പോസിറ്റീവ് മോഡ് ഇതുവരെ കാണുന്നു. എല്ലാം FTSE ഒക്കെ 100 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളും ഭൂരിഭാഗവും പോസിറ്റീവിൽ തന്നെയാണ് ഇതുവരെ ഉള്ളത്. SGX നിഫ്റ്റി ഒക്കെ 20 പോയിൻറ്റ്സ് ഗെയിനിൽ ഈ ഒരു സമയത്ത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് ഗെയിൻസ്റ്റായിട്ട് ഇന്ന് നല്ലൊരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നു. 26 പൈസ ഉയർന്ന് 74.91 ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഈ കഴിഞ്ഞ മാസം നവംബറിൽ നോക്കുമ്പോൾ നെറ്റ് വിത്ഡ്രോവലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നത്. 39,901 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് നവംബർ മാസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബറിലും നവംബറിലും നെറ്റ് വിത്ഡ്രോവലിലാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. ഇന്നത്തെ ഡാറ്റ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. തീർച്ചയായിട്ടും ഡിസംബർ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഡാറ്റയും കൂടെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവരുടെ ആക്ടിവിറ്റികൾ എങ്ങനെ തുടരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നവംബർ മാസം മുഴുവനായിട്ടും ഉള്ളത്. 30,560 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നവംബർ മാസത്തിൽ അവരുടെ ഭാഗത്തു നിന്നും ക്യാഷ് മാർക്കറ്റിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റികളും കൂടെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ സപ്പോർട്ടീവായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ള ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വോൾട്ടാസിൻ്റെ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ദിവസവും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആണുള്ളത്. സപ്പോർട്ട് സോണിൻ്റെ അടുത്തു നിന്നും ഒരു റിവേഴ്സൽ പോലെ കാണുന്നതെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രെൻഡുകൾ തുറന്നു കഴിഞ്ഞാൽ 1250, 1270, 77 ആ റേഞ്ചുകൾ വരെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് വോൾട്ടാസിൽ വീണ്ടും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ വോൾട്ടാസിൻ്റെ ചാർട്ടിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ് ഈ ഒരു ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ദിവസങ്ങളിലായിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് 947, 48 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പോസിബിലിറ്റികൾ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ ചാർട്ടിലും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യുമിൻസ് ഇന്ത്യ ഈ ഒരു ചാർട്ടിലും നമുക്കൊരു സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഇന്നൊരു ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് കണക്കിനുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഇന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡുകൾ തുടർന്ന് കഴിഞ്ഞാൽ നമുക്കിനി 940, 950 വരെ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും റാലികൾ തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡും നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്കുകളിലേക്ക് വരുന്ന കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഐഡിയൻ്റെ സ്റ്റോക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ട് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗെയിൻ 15% മുകളിലുള്ള ഒരു ഗെയിനോടുകൂടിയാണ് ഇന്ന് ഐഡിയ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു താരിഫ് ഹൈക്കൊക്കെ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻറ്റം സ്റ്റോക്കിന് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ട്രേഡേഴ്സൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും വരും ദിവസങ്ങളിൽ ഒന്ന് കൺസിഡർ ചെയ്യുക. IT സ്റ്റോക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെക് മഹീന്ദ്ര, HCL ഈ ഒരു സ്റ്റോക്കുകളിലും ഒരു ബുള്ളിഷ് ട്രെൻഡുകൾ കണ്ടുവരുന്നു. ഈ ഒരു സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അടുത്തായിട്ട് പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 945 കോടി വർത്ത് ചെയ്യുന്ന ഒരു ഓർഡറുകൾ ഒരു സോളാർ പ്രൊജക്റ്റിൻ്റെ ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അടുത്തായിട്ട് ഓറിയൺ പ്രോ സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏകദേശം 190 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ മധ്യപ്രദേശ് ഹൈക്കോടതിൻ്റെ ഭാഗത്തുനിന്ന് വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. റെയിൽ വികാസ് നിഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ കിർഗിസ്ഥാനിലെ ഗവൺമെൻറ്റുമായിട്ട് ഒരു റെയിൽവേ കോറിഡോർ പ്രോജക്റ്റിൻ്റെ ഒരു ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. ഇത് റെയിൽ വികാസ് നിഗത്തിന് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. ഇനി അതേപോലെ തന്നെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിനെ സംബന്ധിച്ചിടത്തോളം വന്നൊരു അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു നവംബർ മാസത്തിൽ അവരുടെ നെറ്റ് ടേൺ ഓവർ 83% മുകളിൽ വളർന്നതായിട്ട് അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 291 കോടിയാണ് ഈ ഒരു നവംബർ മാസത്തിൽ നെറ്റ് ടേൺ ഓവറായിട്ട് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ 158 കോടിയായിരുന്നു നിലനിന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് മൂവുകൾ കൊടുക്കാൻ കാരണങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു.
അടുത്തായിട്ട് നവംബർ മാസത്തിലെ സെയിൽസ് ഡാറ്റ നോക്കുമ്പോൾ, ഇത് നവംബർ മാസത്തെയാണ്. നവംബർ മാസത്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് നെറ്റ് സെയിൽസിലൊരു വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 62,192 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു നവംബറിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ 49,650 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു നിലനിന്നത്. മാരുതി സുസുക്കിയിലേക്ക് വരുമ്പോൾ 1,39,184 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഈ ഒരു നവംബർ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, എക്സ്പോർട്സിൽ ഹയസ്റ്റ് എവർ മന്ത്ലി എക്സ്പോർട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 21,393 യൂണിറ്റ്സിൻ്റെ എക്സ്പോർട്സാണ് ഈ ഒരു നവംബറിൽ മാരുതി സുസുക്കി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. TVS മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് നെറ്റ് സെയിൽസ് ടോട്ടൽ സെയിൽസിൽ 17% ഡിപ്പാണ് വന്നിരിക്കുന്നത്. 2,72,693 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഉണ്ടായിരിക്കുന്നത്. ടു വീലർ സെയിൽസ് നോക്കുമ്പോഴും അവർക്ക് 17.2% ഡിപ്പ് ഉണ്ടായിരിക്കുന്നു. എന്നാൽ ടോട്ടൽ ഡൊമസ്റ്റിക് സെയിൽസിൽ 29% ഡിപ്പ് അവർക്കുണ്ടായിട്ടുണ്ട്. എക്സ്പോർട്സിൽ അവർക്ക് 30% വർധനവുകൾ ഉണ്ടായതായിട്ടും TVS മോട്ടോഴ്സിൻ്റെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അശോക് ലേലാൻഡിലേക്ക് വരുമ്പോൾ അവർക്ക് ചെറിയൊരു ഡിഗ്രീസാണ് അവർക്ക് ടോട്ടൽ സെയിൽസിലുണ്ടായിരിക്കുന്നത്. 10,480 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു നവംബറിൽ അശോക് ലേലാൻഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഐഷർ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് 10% വർധനവുകൾ അവർക്ക് സെയിൽസിലുണ്ടായിട്ടുണ്ട്. 4,085 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഐഷർ മോട്ടോഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബജാജ് ഓട്ടോയിലേക്ക് വരുമ്പോൾ 10% ഇടിവുകൾ അവർക്കും ടോട്ടൽ സെയിൽസിലുണ്ടായിട്ടുണ്ട്. 3,79,276 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ബജാജ് ഓട്ടോ ഈ ഒരു നവംബറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എസ്കോട്ട്സ് ലിമിറ്റഡിലേക്ക് വരുമ്പോൾ അവരുടെ ട്രാക്ടർ സെയിൽസിൽ അവർക്കൊരു ഡിപ്പാണ് വന്നിരിക്കുന്നത്. 7,116 യൂണിറ്റ്സിൻ്റെ ട്രാക്ടർ സെയിൽസാണ് ഈ ഒരു നവംബറിൽ അവർക്കുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ നവംബറിൽ അത് 10,165 യൂണിറ്റ്സിൻ്റെ സെയിൽസായിരുന്നു നിലനിന്നത്. അടുത്തായിട്ട് മഹീന്ദ്രയിലേക്ക് വരുമ്പോൾ 40,102 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഈ ഒരു നവംബറിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ട്രാക്ടർ സെയിൽസിൽ 34% ഇടിവുകൾ ഉണ്ടായിട്ടുണ്ട്. 496 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് VST അവർ ട്രാക്ടേഴ്സിൻ്റെ വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ പവർ ട്രില്ലർ നോക്കുമ്പോൾ 4.4% വർധനവുകൾ അവർക്ക് സെയിൽസിലുണ്ടായതായിട്ടും അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ സ്പന്ദന സ്ഫൂർത്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനേജ്മെൻറ്റ് ലെവലിൽ ഒരു ചെറിയ ചേഞ്ചുകൾ വന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. ഒരു ഇൻറ്ററിം CEO അതുപോലെ തന്നെ CFOനെ കമ്പനി അപ്പോയിൻറ്റ് ചെയ്തതായിട്ടാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നല്ലൊരു ഗെയിനുകൾ കാണാനായിട്ട് ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളെ ഒന്ന് ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ആ ഒരു സ്റ്റോക്കുകൾ ഒരു ലൈം ലൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ ഒരു സപ്ലൈ ഷോർട്ടേജ്, അതുപോലെ തന്നെ ഗവൺമെൻറ് വീണ്ടും കൂടുതൽ സബ്സിഡികൾ ഈ ഒരു ഫെർട്ടിലൈസറിന് കൊടുക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കുകളിൽ ഒരു ഫോക്കസ് പോയിന്റിലേക്ക് വരാനുള്ള കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും ചെമ്പാൽ ഫെർട്ടിലൈസറൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി IPO വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തേഗ ഇൻഡസ്ട്രീസിൻ്റെ IPO ഇന്ന് Day 1 ആയിരുന്നു. 4.67 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് അവർക്ക് Day 1 കിട്ടിയിരിക്കുന്നത്. റീറ്റെയിൽ വിഭാഗത്തിൽ 7.5 മടങ്ങിന് മുകളിലുള്ള സബ്സ്ക്രിപ്ഷനാണ് അവർക്ക് ഈ ഒരു Day 1 തന്നെ നേടാനായിട്ട് സാധിച്ചിരിക്കുന്നത്. 443 മുതൽ 453 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു റെസ്പോൺസ് അവർക്ക് Day 1 തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു IPO ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ IPO ഇന്ന് Day 2 ആയിരുന്നു. Day 2 എത്തിയപ്പോഴത്തേക്കും 16% സബ്സ്ക്രിപ്ഷനാണ് ഇതുവരെ റിപ്പോർട്ടായിരിക്കുന്നത്. അപ്പം പ്രതീക്ഷിച്ച ഒരു റെസ്പോൺസ് Day 2 അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം നാളെയും കൂടി ഈ ഒരു IPO നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.